നമസ്കാരം. പരമ്പൊരുളായ ശ്രീപരമേശ്വരൻ ഭൂമിയിലെ ഒരു സ്ത്രീയെ അമ്മയെ എന്ന് വിളിച്ച് തന്റെ മാതാവായി ഏറ്റെടുത്തതായി സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ശിവഭഗവാന്റെ ഇരിപ്പിടമായ കൈലാസത്തിലേക്ക് ഭക്തിയാൽ കാൽവയ്ക്കാൻ മടിച്ച് തലകുത്തി നടന്നുപോയ കാരയ്ക്കാൽ അമ്മയാരെ പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു കാരയ്ക്കാൽ അമ്മയാർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിനടുത്ത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ കാരയ്ക്കാലിൽ ഭാരതിയാർ തെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർസ്ഥാനം വഹിക്കുന്നത് പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ ഒരാളായ കാരയ്ക്കാൽ അമ്മയാരാണ്. 63 നായന്മാരിൽ 3 പേർ മാത്രമാണ് സ്ത്രീകളായിട്ടുള്ളത്. അതിൽ ആദ്യകാലത്തുള്ളയാളാണ് കാരയ്ക്കാൽ അമ്മയാർ. മറ്റ് 2 പേരാണ് മങ്കയർക്കരശി നായനാരും ഇസൈജ്ഞാനി നായനാരും. സൈക്കിടാരുടെ പെരിയ പുരാണത്തിൽ 24ാമത്തെ പുരാണമാണ് കാരയ്ക്കാൽ അമ്മയാരുടേത്. തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനീശ്വരന്റെ ക്ഷേത്രമായ തിരുനള്ളാറിനടുത്താണ് ഈ ക്ഷേത്രം. 5ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തീവ്ര ശിവഭക്തയും പണ്ഡിതയുമായ കാരയ്ക്കാലമ്മയാർക്കായി 1929 മലയപ്പെരുമാൻ പിള്ളയാൽ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ദേവലോകത്ത് തമ്പുരു എന്ന ദേവൻ വീണവായനയിൽ അസാധ്യ പ്രതിഭയുള്ളയാളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ സുമതി തീവ്ര ശിവഭക്തയായതിനാൽ എല്ലാ നാളും ശിവഭഗവാനെ തപം ചെയ്തുകൊണ്ടിരുന്നു. ഒരു നാൾ ദുർവാസാവ് മഹർഷി അവിടെ എത്തിയപ്പോൾ തപത്തിലായിരുന്ന സുമതി മഹർഷിയെ ശ്രദ്ധിച്ചില്ല. കോപാകുലനായ ദുർവാസാവ് മഹർഷി സുമതിയെ ഭൂമിയിൽ മനുഷ്യകുലത്തിൽ പിറക്കട്ടെ എന്ന് ശപിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരമരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കാരയ്ക്കാൽ എന്ന പ്രദേശത്ത് ചെട്ടിയാർ കുലത്തിൽപ്പെട്ട വ്യാപാരികളുടെ തലവനായ ധനദത്തനും ഭാര്യ ധർമ്മവതിയും ജീവിച്ചു വന്നിരുന്നു. തീവ്ര ശിവഭക്തരായ അവർക്ക് മകളായി ആവണി മാസം കാർത്തിക നക്ഷത്രത്തിൽ സുമതി പുനർജനിച്ചു. അവർ കുഞ്ഞിന് പുനിതവതി എന്ന് പേരിട്ട് വളർത്തി. ചെറുപ്രായത്തിലെ തികഞ്ഞ ദാനശീലിയും ശിവഭഗവാനോട് അടിയുറച്ച ഭക്തിയും അവൾക്കുണ്ടായിരുന്നു. അതിസുന്ദരിയായ അവൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ നാഗപട്ടണത്തിലുള്ള ന്യായാധിപതിയുടെ മകനായ പരമദത്തൻ എന്ന വ്യാപാരിക്ക് അവളെ മാതാപിതാക്കൾ വിവാഹം ചെയ്തു കൊടുത്തു. പുനിതവതി ഏകമകളായതിനാൽ അവർ പരമദത്തന് വ്യാപാരം ചെയ്യാൻ ഗ്രാമത്തിൽ തന്നെ സൗകര്യമൊരുക്കി കൊടുത്തുകൊണ്ട് ഇരുവരും പുനിതവതിയുടെ വീട്ടിൽ തന്നെ താമസിച്ചു വന്നു. ഒരു നാൾ പരമദത്തനെ കാണാനെത്തിയ ഒരു വ്യാപാരി 2 വിശിഷ്ട മാമ്പഴങ്ങൾ പരമദത്തനെ ഏൽപ്പിച്ചു. പരമദത്തൻ അത് വീട്ടിലേക്ക് കൊടുത്തയച്ചു. ആ സമയം ശിവഭഗവാൻ പുനിതവതിയുടെ ഭക്തിയെ പരിശോധിക്കാനായി ഒരു ശിവഭക്തന്റെ രൂപത്തിൽ പുനിതവതിയുടെ വീട്ടിൽ ഭിക്ഷയാചിച്ചെത്തി. പുനിതവതി ശിവഭക്തനെ യഥോചിതം സ്വീകരിച്ചിരുത്തി ഉച്ചയൂണ് തയ്യാറായിട്ടില്ലാത്തതിനാൽ തൈർസാദത്തോടൊപ്പം പരമദത്തൻ കൊടുത്തയച്ച ഒരു മാമ്പഴവും നൽകി. ഉച്ചയൂണിനെത്തിയ പരമദത്തന് ആഹാരത്തോടൊപ്പം പുനിതവതി ബാക്കിയുണ്ടായിരുന്ന മാമ്പഴം നൽകി. മാമ്പഴത്തിന്റെ പ്രത്യേക സ്വാദ് ഇഷ്ടപ്പെട്ട പരമദത്തൻ ഭാര്യ കഴിച്ചില്ലല്ലോ എന്നുകൂടി ചിന്തിക്കാതെ അടുത്ത മാമ്പഴം കൂടി ആവശ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഭർത്താവിനോട് ഇല്ല എന്നൊരു വാക്ക് മറുത്തു പറയാത്ത കുലസ്ത്രീയായ പുനിതവതി പൂജാമുറിയിലെത്തി ശിവഭഗവാനോട് തനിക്ക് ഒരു മാമ്പഴം വേണമെന്ന് പ്രാർത്ഥിച്ചതും കയ്യിൽ ഒരു മാമ്പഴം വന്നു വീണു. പുനിതവതി അത് പരമദത്തന് കൊടുത്തു. അത് കഴിച്ച പരമദത്തൻ അതിന്റെ ദൈവിക രുചിയിൽ മതിമറന്ന് ഇത് എവിടെന്ന് കിട്ടി എന്ന് അന്വേഷിച്ചു. വ്യാപാരിയായതുകൊണ്ട് ഒരുപക്ഷെ രുചി വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കാം. പുനിതവതി സത്യം മറച്ചുവെച്ചില്ല. ശിവഭഗവാൻ തന്നതാണ് എന്ന് പറഞ്ഞ പുനിതവതിയെ പരമദത്തൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇത് സത്യമാണെങ്കിൽ ഒരു മാമ്പഴം കൂടി വരുത്തി കാണിക്കേ എന്ന് പരമദത്തൻ പറഞ്ഞതും പുനിതവതി വീണ്ടും മാമ്പഴത്തിനായി ഭഗവാനെ പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു മാമ്പഴം കൂടി പുനിതവതിയുടെ കരങ്ങളിൽ വീണു. ഇത് കണ്ട് പരമദത്തൻ അത് എടുക്കാൻ തുനിഞ്ഞതും മാമ്പഴം മറഞ്ഞത് കണ്ട് അയാൾ അന്താളിച്ചുപോയി. ഇത്രയ്ക്കും ദൈവിക ശക്തിയുള്ള ഇവളുടെ കൂടെ തനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് ചിന്തിച്ച് ഇവളെ വിട്ടു പോകണം എന്ന് തീരുമാനിച്ചു. ഇരു കുടുംബക്കാരോടുമായി കടൽ വഴിയുള്ള വ്യാപാരത്തിന് താൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരമദത്തൻ അവിടെ നിന്നും പോയി. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന് കരുതി പുനിതവതി ഭർത്താവിനെ കാത്തിരുന്നു. എന്നാൽ പരമദത്തനാവട്ടെ പാണ്ഡ്യനാടായ മധുരയിലെത്തി അവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവർക്ക് പിറന്ന മകൾക്ക് ആദ്യ ഭാര്യയുടെ പേരായ പുനിതവതി എന്ന് പേര് വെച്ച് അവിടെ കഴിഞ്ഞു വന്നു. ബഹുഭാര്യത്വം നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. വളരെ കാലങ്ങൾക്ക് ശേഷം പുനിതവതിയുടെ സ്വന്തക്കാരും നാട്ടുകാരിൽ ചിലരും പരമദത്തൻ മധുരയിലുണ്ടെന്ന് മനസ്സിലാക്കി പുനിതവതിയെയും കൂട്ടി അവിടേക്ക് പുറപ്പെട്ടു. പരമദത്തൻ താമസിക്കുന്ന പ്രദേശത്തിനടുത്ത് ഒരു മണ്ഡപത്തിൽ പുനിതവതിയെ ഇരുത്തി പരമദത്തനെ വിളിച്ചു കൊണ്ടുവരാൻ ആളയച്ചു. പരമദത്തൻ ഭാര്യയോടും കുഞ്ഞിനോടൊപ്പം എത്തി പുനിതവതിയുടെ കാലിൽ വീണു. പുനിതവതി സാധാരണ മനുഷ്യ സ്ത്രീയല്ല, അവൾ ഒരു ദൈവിക ശക്തിയുള്ളവൾ എന്ന് പരമദത്തൻ മറ്റുള്ളവരോട് പറഞ്ഞു. തന്റെ ഭർത്താവ് ഇനി തനിക്ക് സ്വന്തമല്ല എന്ന് മനസ്സിലാക്കിയ പുനിതവതി തന്റെ ഭർത്താവിന് ആവശ്യമില്ലാത്ത തന്റെ ഈ സൗന്ദര്യവും യൗവനവും തനിക്കിനി വേണ്ട, തന്നെ പേരൂപത്തിൽ വൃദ്ധയാക്കി ഭൂതഗണമാക്കി മാറ്റണമെന്ന് ശിവഭഗവാനോട് അതീവ സങ്കടത്തോടെ അപേക്ഷിച്ചു. ശിവഭഗവാൻ അത് സമ്മതിച്ചു. അതോടെ എല്ലും തോലും ചുളുങ്ങിയ വൃദ്ധയെപ്പോലെ പുനിതവതി വിരൂപയായി. അവർ ഭഗവാനെ ദർശിക്കാൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ശിവഭഗവാന്റെ ഇരിപ്പിടമായ കൈലാസത്തിൽ ഭക്തിയാൽ കാൽകുത്താൻ മടിച്ച് തലകുത്തി നടന്നാണ് പുനിതവതി കൈലാസത്തിലെത്തുന്നത്. അത് കണ്ട് ആശ്ചര്യപ്പെട്ട് ഉമ നിൽക്കെ ഭഗവാൻ പുനിതവതിയെ കരുണയോടെ അമ്മയെ വരിക, ഇവിടെ ഇരിക്കുക എന്ന് ഉപചരിച്ച് നടന ദർശനം കൊടുത്തു. ഇത് കണ്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു.
ആദിയും അന്തവുമില്ലാത്ത ശ്രീപരമേശ്വരൻ പുനിതവതിയെ തന്റെ അമ്മയായി ഏറ്റെടുത്തതിനാൽ അന്നു മുതൽ അവർ കാരയ്ക്കാൽ അമ്മയാരായി. എന്ത് വരം വേണം എന്ന ഭഗവാന്റെ ചോദ്യത്തിന് പുനർജന്മം വേണ്ട, അങ്ങനെ പിറന്നാൽ തന്നെ ഭക്തി മറക്കാതെയിരിക്കണമെന്നും ഭഗവാന്റെ നടനം കണ്ടുകൊണ്ട് ആ കാലടികളിൽ ഇരുന്ന് പാടണമെന്നും കാരയ്ക്കാൽ അമ്മയാർ അപേക്ഷിച്ചപ്പോൾ ഭൂലോകത്തിൽ ഉള്ള തിരുവാലങ്കാട്ടിൽ നമ്മുടെ തിരുവടിക്ക് കീഴെ ഇരുന്ന് പാടാനുള്ള വരം തരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. കാരയ്ക്കാൽ അമ്മയാർ ഇന്നും തിരുവാലങ്കാട് ക്ഷേത്രത്തിലെ നടരാജരുടെ രത്നസഭയിൽ ശിവഭഗവാന്റെ കാലടികളിൽ ഇരുന്ന് ശിവനടനം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. പങ്കുനിമാസം ചോതി നക്ഷത്രത്തിൽ കാരയ്ക്കാൽ അമ്മയാർ മുക്തിയടഞ്ഞതും തിരുവാലങ്കാട്ടിലാണ്. മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ഈ ശില്പമുണ്ട്. അദ്ഭുത തിരുവന്താതി, തിരുവിരട്ടെ മണിമാല എന്നിങ്ങനെ കാരയ്ക്കാൽ അമ്മയാർ 11 പതികങ്ങൾ പാടിയിട്ടുണ്ട്. 63 നായന്മാരിൽ കാരയ്ക്കാൽ അമ്മയാർക്ക് മാത്രമാണ് ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന രൂപത്തിൽ ശിലയുള്ളത്. ഭഗവാന് വേണ്ടി ആദ്യമായി പതികം പാടിയ സ്ത്രീ എന്ന ബഹുമതിയും കാരയ്ക്കാൽ അമ്മയാർക്ക് സ്വന്തം. കൈലാസത്തിൽ നിന്നും വീണ്ടും തലകുത്തി നടന്ന് കാരയ്ക്കാൽ അമ്മയാർ തിരുവാലങ്കാട്ടിലെത്തിയതിനാൽ 63 നായന്മാരിൽ അപ്പർ സ്വാമികളും തിരുജ്ഞാന സംബന്ധരും ആ പുണ്യ വഴികളിൽ കാൽകുത്താൻ മടിച്ച് അടുത്ത ഗ്രാമത്തിൽ തങ്ങി തിരുവാലങ്കാട്ടിലെ ഭഗവാനായി പതികം പാടിയതായി ഐതിഹ്യമുണ്ട്. പ്രധാന വീതിക്കരികിലായി കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടും 2 പ്രധാന വാതിലുകളോടും കൂടിയ കാരയ്ക്കാൽ അമ്മയാർ തിരുക്കോവിലേക്ക് പ്രവേശിച്ചാൽ ആലയത്തിന്റെ മുൻവശത്തായി വിനായകരും കാരയ്ക്കാൽ അമ്മയാരുടെ ശില്പവും ഭക്തർക്ക് ദർശിക്കാം. വലതുഭാഗത്ത് വലിയൊരു മണ്ഡപം. പ്രധാന കരുവറയിൽ കാരയ്ക്കാൽ അമ്മയാരുടെ യുവത്വമുള്ള പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിന്റെ ഉൾപ്രകാരങ്ങളിൽ കാരയ്ക്കാൽ അമ്മയാരുടെ ജീവചരിത്രം ഭക്തന്മാർക്ക് മനസ്സിലാക്കുവാനായി ചുമരിൽ ശില്പരൂപത്തിൽ ചെതുക്കി വെച്ചിരിക്കുന്നു. ഈ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ വിവാഹസന്താന തടസ്സം മാറുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ സോമനാഥർ എന്ന നാമത്തിൽ ശിവസന്നിധിയും സോമനായകി എന്ന നാമത്തിൽ അമ്പാൾ സന്നിധിയുമുണ്ട്. ഇതല്ലാതെ വിനായകർ, വള്ളിദേവയാനി സമേത മുരുകൻ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ആദിപുര അമ്മൻ, നടരാജർ ശിവഗാമി, ഗജലക്ഷ്മി, സൂര്യൻ, ചന്ദ്രൻ, ശനീശ്വരൻ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ 30 ദിവസം നീണ്ടു നിൽക്കുന്ന മാങ്കനി തിരുവിഴ വളരെ പ്രശസ്തമാണ്. ആവണി മാസത്തിൽ പൗർണമി നാളിൽ നടക്കുന്ന ഉത്സവത്തിൽ ശിവഭഗവാന്റെ ഉത്സവമൂർത്തി ഭിക്ഷാടനരായി ശീവേലി വരുമ്പോൾ ഭക്തർ ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാമ്പഴം വീശിയെറിയും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ സാരിയുടെ മുന്താണിയിൽ അത് പിടിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർ അത് ഭക്ഷിച്ചാൽ അടുത്ത ഉത്സവത്തിന് മുമ്പ് സന്താനഭാഗ്യം കൈവരിക്കും എന്നാണ് വിശ്വാസം. കാരയ്ക്കാൽ അമ്മയാരുടെ ഉത്സവമൂർത്തി പേരൂപത്തിൽ കൈലാസം പോകുന്ന വൈഭവം നടക്കുമ്പോൾ ശിവഭഗവാൻ കോവിലിന് പുറത്ത് ഒരിടത്തിരിക്കും. ഇരട്ട മണിമാല തിരുവന്താതി പാടിയ ശേഷം ഗ്രാമത്തിലുള്ള സകല വിളക്കുകളും അണച്ച ശേഷം ഭഗവാന്റെ അടുത്ത് ഒരു വിളക്കും കോവിലിൽ അമ്മയാരുടെ അടുത്ത് ഒരു വിളക്കും കൊളുത്തുന്നു. പിന്നീട് കോവിലിലുള്ള വിളക്കെടുത്ത് ശിവഭഗവാന്റെ അരികിലുള്ള വിളക്കിൽ ചേർക്കും. കാരയ്ക്കാൽ അമ്മയാർ ജ്യോതി രൂപത്തിൽ ശിവഭഗവാനിൽ ഐക്യമാവുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രവൃക്ഷം കാരമരം, ക്ഷേത്രതീർത്ഥം ചന്ദ്രപുഷ്കരണി. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാങ്കനി തിരുവിഴ, മഹാശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനള്ളാറിൽ നിന്ന് 6 കിലോമീറ്റർ, കാരയ്ക്കാലിൽ നിന്ന് 1 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാരയ്ക്കാൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.